ഹായ് ഹലോ, ഞാൻ നജ്ല റഫീഖ്. നമ്മൾ ഇന്നുള്ളത് വയനാട്ടില്, എൻ്റെ സ്വന്തം നാട്ടിലാണ്. ഇവിടെ ഇരുളം പരപ്പനങ്ങാടി എന്ന് പറഞ്ഞ ഒരു ട്രൈബൽ ഏരിയയിലാണ് കേട്ടോ നമ്മളുള്ളത്. ഇവിടെ രാധേച്ചിൻ്റെ ഒരു വളർത്തുമൃഗമുണ്ട്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. നമ്മൾ സാധാരണ നമ്മളെ വീട്ടിൽ ആട്, പശു, കോഴി അങ്ങനത്തെ വളർത്തുമൃഗങ്ങളല്ല വളർത്തുക. ഇത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരാളെയാണ് രാധേച്ചി വളർത്തുന്നത്. അത് പിന്നെ എന്താ, ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ ഒരു എലിക്കുഞ്ഞിന്റെ രൂപത്തിൽ രാധേച്ചിക്ക് കിട്ടിയതാണ്. അതിനെ സ്വന്തം മോളെ പോലെ ഒരു മുത്ത് എന്ന് പേരിട്ടിട്ടാണ് രാധേച്ചി വളർത്തിക്കൊണ്ട് വരുന്നത്. ഇപ്പൊ 2 വയസ്സായി മുത്തിന്. അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളത് ഉള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഇൻട്രോയിൽ കണ്ടിട്ടുണ്ടാവും മുത്തിനെ. അപ്പോൾ അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. നമ്മളെ രാജ്യത്ത്, നമ്മൾ കേരളത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്, അല്ലെങ്കിൽ വയനാട്ടിലാണ് ഉള്ളത്. പക്ഷെ നമ്മളെ രാജ്യത്ത് ഒരുപാട് ഇങ്ങനത്തെ ആളുകളുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ട്രൈബൽ ഏരിയകളിൽ താമസിക്കുന്ന ഒറ്റപ്പെട്ട പിന്നെ ആളുകൾ, അതുപോലെ തന്നെ വീട്, പിന്നെ സ്വന്തമായിട്ട് ബാത്റൂം ഇല്ലാത്തത്, പിന്നെ പഠിക്കാൻ സൗകര്യം ഇല്ലാത്തത് ഒരുപാട് ആളുകൾ. ഇതിപ്പോ പിന്നെ നിങ്ങള് വർഷക്കാലം ആവുമ്പോഴൊക്കെ മഴയും കാറ്റൊക്കെ ആവുമ്പോ കെട്ടി നന്നാക്കുവോ? ഇല്ല, ഇനി ഇത് 2 വർഷം ഇവിടെ തന്നെ. പിന്നെ ഇത് മാറ്റിക്കൊണ്ടിരിക്കണമെങ്കിൽ സീറ്റ് എത്ര വേണം? സീറ്റ് വർഷത്തിലും മാറ്റടി വരും. എന്നാലും പുതിയത് പറഞ്ഞാൽ ഇനി അടുത്തതിന് മേടിക്കും. നിങ്ങളെ ഭാഷ മലയാളം അല്ലല്ലോ നിങ്ങൾ ഉപയോഗിക്കണേ? ഇല്ല അല്ല, നിങ്ങൾക്കായിട്ടൊരു ഭാഷ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. അല്ല, പിന്നെ വെള്ളം ഉള്ളിലേക്ക് വരുമോ? ഇടയ്ക്കൊക്കെ വെള്ളം വരുന്നുണ്ട്. അതല്ലേ, എലിയൊക്കെ കടിച്ചിട്ടേ. ഇതിപ്പോ നമ്മള് ഓല കൊണ്ട് ഞങ്ങള് വരുന്ന വഴിയിലൊക്കെ കണ്ട് ഒരുപാട് വീടുകള്, ചെറിയ ചെറിയ വീടുകളൊക്കെ കണ്ട് നമ്മള്. പിന്നെ എല്ലാവർക്കും പിന്നെ ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ ഇവിടെ കടയിൽ നിന്ന് വാങ്ങിച്ചു. കടയിൽ തന്നെ. എന്നാലും നിങ്ങൾക്ക് ഇവിടെ അടുത്താന്ന് തോന്നുന്നു. പല ചിലരൊക്കെ ഷാപ്പ് കാര്യങ്ങളൊക്കെ കുറച്ച് ദൂരെയാണ് തോന്നുന്നല്ലേ? നമ്മളൊക്കെ വീഡിയോ കാണുന്ന പലരും സ്വർഗതുല്യമായ ജീവിതം നയിക്കുന്നതായിരിക്കും. പക്ഷെ ഇങ്ങനെ കുറച്ച് ആളുകൾ ഉണ്ടെന്നും ഞാൻ പറഞ്ഞല്ലോ. ഒരു അതിഥിനെ കാണാൻ വേണ്ടി വന്നതാണ്. അവിടെ കെട്ടിയിട്ടൊക്കെയാണ്. ജസ്റ്റ് ഒന്ന് കാണിക്കാം നമ്മള് കേട്ടോ. ഒന്ന് വിളിച്ചോക്കെ. ഇങ്ങനെ രാത്രി പിന്നെ ഇറങ്ങി അങ്ങോട്ടൊന്നും പോവില്ല, അവിടെ കിടക്കേ ഉള്ളത്. പ്രേക്ഷകർ കാണുന്നുണ്ടാവും. ഇതാണ് നമ്മൾ അതിഥി കേട്ടോ. കാരണം പല ജീവികളും നമ്മളാണെങ്കിൽ ജീവിക്കേണ്ടത്. ആന മുതല് പൂച്ച വരെ നമ്മള് പിന്നെ വീട്ടിലൊക്കെ വളർത്തുന്നുണ്ടല്ലേ, പല മൃഗങ്ങള്. പക്ഷെ ഇങ്ങനെ പന്നികള് നമുക്ക് മനുഷ്യരാണെങ്കിൽ ജീവിക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എത്ര ചെറുപ്പത്തിലാണ് കിട്ടണേ ചേച്ചി? ഇത് തീരെ കുഞ്ഞായിരുന്നു, ഒരു എലിക്കുഞ്ഞിന്റെ അത്ര ഉണ്ടായിരുന്നു. ശരിക്കും കിട്ടിയത് നമ്മളെ അവിടെ ഒരു ബാത്റൂം കുഴി കുത്തിവെച്ചിട്ടുണ്ട്. ആദ്യം അവര് ഷെഡ് ഉണ്ടാക്കിയപ്പോ ബാത്റൂം ആക്കിയായിരുന്നു. അപ്പം കുഴി എടുത്തിട്ടുള്ള ബാത്റൂമാ. അന്നേരം പിന്നെ അന്ന് കടുവൊക്കെ വന്നപ്പം പെട്ടെന്ന് ഓടിപ്പോന്നപ്പോ അതില് വീണതായിരിക്കും. അപ്പൊ രാത്രി തന്നെ കരച്ചിൽ കേട്ടപ്പോ നമ്മള് പോയി നോക്കി എടുത്തോണ്ട് വന്നു. എന്നിട്ട് പിന്നെ അന്ന് രാത്രി പാല് കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ. മറ്റേ രാവിലെ ചെന്ന് പാലെല്ലാം മേടിച്ചു. മറ്റേ പാലെല്ലാം കുടിച്ച് ഉഷാറായി. രാത്രി ഇപ്പൊ ചോറ്, ബ്രെഡ്, എല്ലാം കഴിച്ചോളൂ. ബിസ്ക്കറ്റ്. എത്ര വയസ്സായിട്ട് ഇപ്പൊ? 2 വയസ്സോ? 2 വയസ്സായി. അല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ചോറും ഒക്കെ കൊടുക്കാൻ നോക്കിട്ട് അതുപോലെ തന്നെ മറ്റൊരു ശല്യങ്ങൾ ഉണ്ടോ? എവിടെയെങ്കിലും കുത്തിപ്പൊളിക്കുക അങ്ങനെയെങ്കിലും? ഇല്ല, വേറെ എവിടെ കുത്തിപ്പൊളിക്കൊന്നുമില്ല. പിന്നെ അതുമല്ല, ശരിക്കും അച്ഛന്റെ അമ്മന്റെ ഒപ്പം പോയിട്ടില്ല ആ ഒരു ശീലം ഉണ്ടാവില്ല ചിലപ്പോ അല്ലേ? ഇങ്ങനെ കുത്തി എന്താ പറയാ അന്നം തേടി നടക്കണം എന്നുള്ളത്. കാരണം നിങ്ങളുടെ അടുത്ത് തന്നെ സുലഭമായിട്ട് കിട്ടുകയാണല്ലോ. വേവിച്ച സാധനം തന്നെ വേണം. വേവിച്ച് തന്നെ വേണം അല്ലേ? 2 വർഷമായിട്ട് ചെറിയ കുട്ടിയാകുമ്പോ ചേച്ചി പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. കുട്ടിയാകുമ്പോ കൂടെ കൊണ്ടുവന്നതാണ്. വേവിച്ച ഭക്ഷണം കഴിക്കുള്ളൂ. മറ്റുള്ള പരാക്രമങ്ങളൊന്നും നമ്മുടെ നാട്ടിലെ പോലെ ചേമ്പ്, ചേന, പൂള അങ്ങനത്തെ ഒന്നും കുത്തി ശീലമല്ല. കാരണം അച്ഛൻ്റെ അമ്മൻ്റെ ഒപ്പം പോയിട്ട് അത് പരിചയമായിട്ടില്ല. കാരണം ചെറുപ്പത്തിലെ ജനിച്ച ഉടനെ ഭക്ഷണം കിട്ടിയ ശീലമായിപ്പോ. അതെ, പച്ചപ്പയറൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോ കൊടുത്താലൊക്കെ കഴിക്കും. ശരിക്കും ഇപ്പൊ ഈ സ്നേഹം കാണിക്കുന്നത് ബിസ്ക്കറ്റോ കിട്ടിയോണ്ടാട്ടോ. അതായത് ആർത്തിയോടെ കഴിക്കാണ് ശരിക്കും ഇഷ്ടപ്പെട്ട സാധനം കണ്ടപ്പോ. ഈ കയറും ചങ്ങലും നിങ്ങൾ കാണുന്നുണ്ടാവും. അത് ചേച്ചി പറഞ്ഞ ഇവിടെ ബാത്റൂമിൽ ഒരു കുഴി എടുത്തിട്ടുണ്ട്. അപ്പൊ ആ കുഴിയിൽ ചാടുന്ന എഴുതിയിട്ടാണ്. ശരിക്ക് ഇങ്ങനത്തെ അനിമൽസിനെ കെട്ടിടാൻ പാടില്ലല്ലോ അല്ലേ? അങ്ങനെ അതേ ചെങ്ങൽ ഉപയോഗിക്കാനുള്ള കാരണം അതാണ്.
അപ്പോൾ ഇങ്ങനെ പ്രേക്ഷകരായിട്ട് ആളുകൾ കാണുമ്പോൾ ചിലപ്പോൾ എന്താ പറയുക നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടാവും എന്തുകൊണ്ട് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ അവിടെ തണുപ്പ് കിട്ടുമ്പോൾ തണുപ്പത്താണ് ഞങ്ങൾക്ക് അതായത് ഈ ഒരു ഇങ്ങനത്തെ മൃഗങ്ങൾക്ക് ഇഷ്ടം. അപ്പോൾ അതിൽ ചാടുന്നതിൻ്റെ പേടി കൊണ്ടാണ് കെട്ടിയിട്ടുള്ളത്. നമ്മളൊക്കെ നാട്ടിലുണ്ട് കേട്ടോ പന്നിയാണ്, പക്ഷെ ഞാൻ ഇത്രത്തോളം അടുത്തുനിന്ന് ആദ്യമായിട്ട് കാണുകയാണ്. രാധ ചേച്ചിക്ക് കണ്ടത് പന്നിയായത് നന്നായി. വല്ല കരിമ്പൂലിയോ വല്ല ഇതൊക്കെ കുട്ടികളെ കിട്ടിയേക്കാണെങ്കിൽ അതിനും കൊണ്ട് വളർത്തിയിട്ടുണ്ടാവും ചിലപ്പോ അല്ലേ? അതെ, മൃഗങ്ങളെ പൊതുവെ ഇഷ്ടമാണ് അല്ലേ? അങ്ങനെ ഒരു മാൻകുഞ്ഞിനെ കെട്ടിയ പട്ടി അടിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ കൊണ്ടുവന്നിട്ട് പിന്നെ മരുന്നൊക്കെ വെച്ച് മുറിവിന് രാവിലെ ആകുമ്പോഴത്തേനെ ശരിയായി. രാത്രി തന്നെ നമ്മള് വിളിച്ചു പറഞ്ഞു ഫോറസ്റ്റില് ഇങ്ങനെ ഒരു അറിഞ്ഞായിരുന്നു. അപ്പൊ ഇതിനെ കൊണ്ടാക്കിട്ട് പോകുന്നില്ല. മൂപ്പർക്കും തോന്നിയിട്ടുണ്ടാവും അവിടെ പോയിട്ട് കാര്യമില്ലാന്ന്. പിന്നെ ഇനിയിപ്പോ അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോ അവരെ കൂട്ടത്തില് ചിലപ്പോ അവര് ആക്രമിക്കാൻ സാധ്യത ഉണ്ട് അല്ലേ? പക്ഷെ ഇനി വേറെ കൊണ്ട് വിട്ടാലും ഇത് വേറെ വീടുകളിൽ ചെല്ലും. അത് ഈ ചോറിന്റെ മണ്ണടിക്കുമ്പോ പെട്ടെന്ന് പോകും. അന്നേരം അവർക്ക് ഉപദ്രവിക്കാൻ എളുപ്പമായിരിക്കും. പേടിയൊന്നും ഉണ്ടാവില്ലല്ലോ, പട്ടീരും പേടില്ല. നിങ്ങൾക്ക് വെള്ള സൗകര്യം ഒക്കെ എങ്ങനെ? അവിടെ വെള്ള സൗകര്യം താഴെയുണ്ട്. കിണറോ? പ്രേക്ഷകരെ ഇങ്ങനെ ഒരു കാലഘട്ടം നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടായി കേട്ടോ. അന്നേരം മുത്ത് ഇവിടെ ഇരുന്ന് കുത്തി കളിക്കായിരുന്നു. അന്നേരമാണ് വെള്ളം കണ്ടത്. എന്നിട്ട് നമ്മള് തെളിഞ്ഞ വെള്ളമാണ് വരുന്നതെന്ന് നോക്കിയിട്ട് പിന്നെ ശരിയാക്കിയത് എടുത്തു. അപ്പൊ വേനിക്കൊക്കെ വെള്ളം ഉണ്ടാവില്ലേ? വേനലൊക്കെ നല്ല വെള്ളം ഉണ്ടാവില്ലേ? വെള്ളം ഉണ്ടാവും. ഫുൾ ടൈം കൂടെ ഉണ്ടാവും മുത്തൂല്ലേ? വെള്ളത്തിന് വരുമ്പോ ഒക്കെ കൂടെ ഉണ്ടാവും. എന്നാലും ആ വെള്ളത്തിൽ നാശാക്കൊന്നുമില്ല, ഇറങ്ങില്ല. അതെ, അഭിനവ് പിന്നെ വിശാല്, രണ്ടുപേര്. 6ാം ക്ലാസ്. എത്ര ക്ലാസ്സിൽ പഠിക്കണേ? 6ല്. പിന്നെ 5ല്. അപ്പോ എനിക്ക് പറയാനുള്ളത് ഇവർക്ക് രണ്ടുപേർക്കും സൈക്കിൾ എന്ന് പറയണ്ട. അപ്പൊ ഒരൊറ്റ സൈക്കിൾ മതി എന്നാണ് അച്ഛനും അയച്ച്. ഒരൊറ്റ ഒന്ന് മതി. സൈക്കിളൊക്കെ സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു ജീവിതമാണ് കേട്ടോ. അതുകൊണ്ട് ഏതെങ്കിലും ഷോപ്പുകാരോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന സൈക്കിൾ മാർട്ടിലെ ആളുകൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ വണ്ടിയില്ലേ, ചെറിയൊരു സൈക്കിൾ ഇങ്ങനെ ചവിട്ടി കൊണ്ടുപോകാൻ പറ്റിയ സൈക്കിൾ ഓഫർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുക, എന്നെ കോണ്ടാക്ട് ചെയ്യുക, ഇവർക്ക് എത്തിച്ചു കൊടുക്കുക. അത് വലിയൊരു ഉപകാരമാവും തോന്നുന്നു. കാരണം ഇങ്ങനെയൊക്കെ ഇവരെ വന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ബാത്റൂം കാര്യങ്ങളൊക്കെ നമുക്ക് ഹാരിസ് തലി എന്നാണ് വന്നപ്പോൾ അല്ലേ പണികളൊക്കെ ഏകദേശം പൂർത്തിയായി തുടങ്ങി. അങ്ങനെ ബാത്റൂം കാര്യങ്ങളൊന്നുമില്ല. ബാത്റൂമൊക്കെ ഇവർക്ക് എന്താ പറയാ ഒരുപാട് വിദൂരതയിലാണ്, വിദൂര സ്വപ്നമാണ് ശരിക്ക്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ വളരെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ്. കാരണം നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങില്ല രാത്രി ആയി കഴിഞ്ഞാൽ അല്ലേ. പക്ഷെ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഇവരൊക്കെ ഈ കാടിൻ്റെ ഉള്ളിൽ, വിജനമായിട്ടുള്ള കാടിൻ്റെ ഉള്ളിൽ ഈ വന്യമൃഗങ്ങളൊക്കെ ജീവിക്കുന്ന സ്ഥലത്ത് ജീവിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ പറ്റുകയാണെങ്കിൽ ഒരു സൈക്കിൾ കൊടുക്കാൻ പറ്റുക, ഓഫർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളെ ഷോപ്പ് വെച്ചിട്ട് നമുക്കൊരു വീഡിയോ വീണ്ടും പറയണമെങ്കിൽ പറയാം, ഇന്ന ആളാണെന്നുള്ളത് പറയണമെങ്കിൽ പറയാം. ഇനി അതല്ലാത്ത രീതിയിലാണെങ്കിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം.